ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് ഒരു കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. ആ മൈദയിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട പൊട്ടിച്ചത് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ അധികമായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്കയാണ് കേട്ടോ. 2 ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു അപ്പം ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ മധുരത്തിന് ആവശ്യമായിട്ട് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് മധുരം വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഞാൻ ഇവിടെ പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ 1/4 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് അങ്ങനെ ഞാനിത് അടിച്ചെടുത്തിട്ട് ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം അധികം ആവണ്ട, ഒരു 2-3 സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് ഞാൻ മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. നമ്മുടെ അപ്പക്കാരം എന്നൊക്കെ പറയുമല്ലോ, അതിട്ടോ ഒരു നുള്ള് അപ്പക്കാരം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറുത്ത എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എള്ളില്ല എന്നുണ്ടെങ്കിൽ ജീരകമായാലും മതി, ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനാണ് ഞാൻ കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാവണം കേട്ടോ നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത്. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓരോ കയ്യിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കണ ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. ഒരു ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി. ഒരു 3 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കുന്നുണ്ട്. നെയ്യോ ഓയിലോ ഇനിയിപ്പോൾ ബട്ടർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ല വിചാരിച്ചും കുഴപ്പമില്ല, നെയ്യും കൂടെ ഒക്കെ ആക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പത്തിന്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം. ഇതപ്പോൾ ഞാനിവിടെ തിരിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. കുറഞ്ഞ തീയിൽ വെച്ചാൽ മതി, ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അത് അവിടെ ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത്. ഇനി ബാക്കിയുള്ളത് ഞാൻ ഈ ഒരു രീതിയിൽ ചുട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ എന്താ ഞാൻ മുഴുവനായിട്ട് ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്, അതേപോലെ തന്നെ ടേസ്റ്റുമാണ് കേട്ടോ. ചെറിയൊരു മധുരം ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.